Hi guys, once again welcome back to നമ്മുടെ ഓണപരീക്ഷയുടെ ഇംഗ്ലീഷിലെ ഷുവർ ക്വസ്റ്റ്യനിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് മുന്നിൽ ഞാൻ നിർത്തും. അതേപോലത്തെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങളൊരു എ- നിങ്ങളൊരു 8ാം ക്ലാസ്സിലെ കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, ഓണം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യും കേട്ടോ. ഫ്രീ ആണ്, നോട്ടുകളൊക്കെ പഠിങ്ങൾക്ക് കിട്ടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാര്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ 8ാം ക്ലാസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എ ലോങ് വർക്ക് വിത്ത് ഗ്രേനി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ചാപ്റ്ററിലെ അല്ലെങ്കിൽ അതേപോലെ സിമിലർ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു പാരഗ്രാഫ് തരും. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ തരും. ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടാവും. 5 ചോദ്യത്തിന് പാരഗ്രാഫിൽ നിന്ന് ലൈൻ ബൈ ലൈൻ ഒന്ന് നോക്കുക. അതിന്റെ ആൻസർ എത്ര ചെയ്താലാണ് ചോദിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യം 1 2 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും, സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, അടുത്തത് അതേപോലെ തന്നെ മറ്റൊരു പാരഗ്രാഫ് അതേപോലെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇത് 9ാം ക്ലാസ് ആയിരുന്നു. ഓക്കെ, അതേപോലെ 8ാം ക്ലാസ്സിൽ പിന്നെ വന്നിട്ടുള്ളത് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു പോയം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പോയം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പോയിന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പോയിന്റ് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചെടുത്ത 1 2 എണ്ണത്തിന് ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ ദ 7 ഏജ് ഓഫ് മാൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഒരു പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഹിന്ദികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു പാരഗ്രാഫ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഒരു തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്താണ്. ഇതിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓർത്ത് വെക്കുക. അതേപോലെ നമ്മള് ഒരു കാര്യത്തിന്റെ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കേസൊക്കെയാണ് ഇവിടെ വരിക. അതേപോലെ പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യത ഒരു കോൺവെർസേഷൻ, ഗ്രാനിയുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺവെർസേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് എൻഡിങ്, ഒരു ഭാഗത്തിൽ കുറച്ച് എൻഡിങ് എഴുതാനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ഈവന്റ് ഇൻവിറ്റേഷൻ കാർഡ്, അത് നിങ്ങൾക്കല്ലേ ചോദിക്കും. ഓക്കെ, 8ാം ക്ലാസ് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയറി എൻട്രി ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എ ലോങ് വാക്ക് വിത്ത് ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ഡയറി എൻട്രി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നീട് ചോദിച്ചിട്ടുള്ളത് റിസപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ആയിരുന്നത് ഒരു ഡ്രാഫ്റ്റ് ഡയറി അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഇമെയിൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ചോദിച്ചത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാനിയാണ് ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാനിയാണ് നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതി, നിങ്ങൾ ചിത്രം സാധ്യത ഒരു 30% ഒക്കെ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പാരഗ്രാഫ് എഴുതാനും ചോദിക്കാൻ സാധ്യത. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്തായാലും വരുന്ന മറ്റൊരു ഭാഗമാണ് പ്രൊഫൈൽ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. പ്രൊഫൈൽ എഴുതാൻ ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ അറിയാത്ത ഏതോ ഒരു പാരഗ്രാഫ് വരും. ആ പാരഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ടേബിൾ അങ്ങനെ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടെത്താനും ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്.
അപ്പൊ ഗൈസ് ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന് 8ാം ക്ലാസ്സിലുള്ള കുട്ടി എന്ന നിലക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഷുവർ ചോദ്യങ്ങൾ കേട്ടോ. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിടുവായിട്ട് ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമ്മിറ്റി ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.